ഹായ് ട്രെയിനീസ്, MMVയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ വീലുകളെ കുറിച്ചിട്ടാണ്. ദി ഫ്ലൈ വീൽ മൗണ്ടഡ് ഓൺ ദി എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ്, ലാർജ് റിംഗ് ഗിയർ ഈസ് അറ്റാച്ച്ഡ് ദി ഫ്ലൈ വീൽ. ഫ്ലൈ വീല് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിലായിട്ടാണ് ഘടിപ്പിച്ച് വച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചുറ്റുമായിട്ട് ലാർജ് റിംഗ് ഗിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. എന്തിനാണ് ലാർജ് റിംഗ് ഗിയർ ഫ്ലൈ വീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? ഫ്ലൈ വീലിൻ്റെ റിംഗ് ഗിയറുമായിട്ടാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പിനിയൻ മെഷ് ചെയ്ത് നിൽക്കുക. അങ്ങനെയാണ് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. ദി ഫ്ലൈ വീൽ ഈസ് ബോൾട്ടഡ് ടു എ കവർ വിച്ച് ക്യാരീസ് എ പ്രഷർ പ്ലേറ്റ്, പ്രഷർ സ്പ്രിങ്സ് ആൻഡ് റിലീസിംഗ് ലിവേഴ്സ്. ഫ്ലൈ വീലിൻ്റെ പുറത്തായിട്ട് ഒരു കവർ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ കവറിൻ്റെ ഉള്ളിലായിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പ്രഷർ പ്ലേറ്റും പ്രഷർ സ്പ്രിങ്സും അതുപോലെ റിലീസിംഗ് ലിവേഴ്സും അടങ്ങിയിട്ടുണ്ടാവുക. ദി എൻറ്റയർ അസംബ്ലി ഓഫ് ദി ഫ്ലൈ വീൽ ആൻഡ് ദി കവർ റൊട്ടേറ്റ് all the times when an automatic transmission is used. The torque converter assembly act as the flywheel. ഫ്ലൈവീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ഈ കവറും എല്ലാ സമയത്തും റൊട്ടേറ്റ് ചെയ്യും. ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനമാണെങ്കിലോ അവിടെ ടോർക്ക് കൺവേർട്ടർ അസംബ്ലി ആയിരിക്കും ഫ്ലൈവീലായിട്ട് വർക്ക് ചെയ്യുക. ടോർക്ക് കൺവേർട്ടർ എന്താണെന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഫ്ലൈവീലായിട്ട് വർക്ക് ചെയ്യല് ടോർക്ക് കൺവേർട്ടർ അസംബ്ലി ആയിരിക്കും. ഇനി ഫ്ലൈവീലിൻ്റെ കറക്റ്റ് പർപ്പസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദി ഫ്ലൈവീൽ സ്റ്റോഴ്സ് എനർജി ഡ്യൂറിംഗ് ദി പവർ സ്ട്രോക്ക് ആർ സപ്ലൈഡ് ഇറ്റ് ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് ഡ്യൂറിംഗ് ദി ഐഡിൽ സ്ട്രോക്ക്, ദാറ്റ് ഈസ് സക്ഷൻ, കംപ്രഷൻ ആൻഡ് എക്സോസ്റ്റ്. ഐഡിൽ സ്ട്രോക്കുകളിൽ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ള പവർ സപ്ലൈ ചെയ്യുന്നത് ഫ്ലൈവീലാണ്. എങ്ങനെയാണ് ഐഡിൽ സ്ട്രോക്കിൻ്റെ സമയത്ത് ഫ്ലൈവീൽ പവറിനെ സപ്ലൈ ചെയ്യുന്നത്? ഫ്ലൈവീൽ പവർ സ്ട്രോക്കിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എനർജിയെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള 3 സ്ട്രോക്കുകളായിട്ടുള്ള സക്ഷൻ, കംപ്രഷൻ, എക്സോസ്റ്റ് തുടങ്ങിയ 3 സ്ട്രോക്കുകളും വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ ചെയ്യും. ഇത് വർക്ക് ചെയ്യുന്നത് ഫ്ലൈവീലിൻ്റെ വെയ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു വലിയ ഫ്ലൈവീലാണെങ്കിൽ കൂടുതൽ എനർജി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ ഫ്ലൈവീലാണെങ്കിൽ ചെറുതായിട്ടുള്ള എനർജി അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. വാഹനത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ എൻജിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫ്ലൈവീലിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്യും. ദി സൈസ് ഓഫ് ദി ഫ്ലൈവീൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് സിലിണ്ടർ ആൻഡ് ജനറൽ കൺസ്ട്രക്ഷൻ ഓഫ് ദി എൻജിൻ. എൻജിൻ്റെ ജനറൽ കൺസ്ട്രക്ഷനും അതുപോലെ സിലിണ്ടറിൻ്റെ എണ്ണത്തിനും അനുസരിച്ചിട്ട് ഫ്ലൈവീലിൻ്റെ വലുപ്പത്തിലും അല്ലെങ്കിൽ വെയ്റ്റിലും വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ കാറിൻ്റെ എൻജിൻ എടുക്കുകയാണെങ്കിൽ ഒരു 4 സിലിണ്ടർ എൻജിനാണ് സാധാരണ കാറുകൾക്ക് ഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഒരു ബസ്സിൻ്റെ എൻജിൻ എടുക്കുകയാണെങ്കിൽ അവിടെ 6 സിലിണ്ടർ എൻജിൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. സിലിണ്ടറിൻ്റെ വലുപ്പത്തിനും അല്ലെങ്കിൽ എൻജിൻ്റെ വലുപ്പത്തിനും അനുസരിച്ചിട്ട് ഫ്ലൈവീലിൻ്റെ വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടാകും. കാരണം അവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും മറ്റ് കമ്പോണൻസിൻ്റെയൊക്കെ വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ആ ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. കൂടുതൽ എനർജി സപ്ലൈ ചെയ്യണമെങ്കിൽ കൂടുതൽ വെയിറ്റുള്ള ഫ്ലൈവീൽ കൊടുക്കണം. അപ്പോൾ എന്തിനാണ് ഫ്ലൈവീൽ യഥാർത്ഥത്തിൽ ഒരു വാഹനത്തിൽ? ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേഷനറി ആക്കി നിർത്തിയിട്ടുള്ള ഒരു ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ദി ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വം, നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്, ഒരു വസ്തുവിന് അതേ സ്ഥിതിയിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രാങ്ക് ഷാഫ്റ്റിന് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. പക്ഷേ ആ ഒരു പവർ കൊടുക്കൽ ആരായിരിക്കും? ഫ്ലൈവീൽ ആയിരിക്കും. ഇങ്ങനെയാണ് ഫ്ലൈവീൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഡ്യുവൽ മാസ് ഫ്ലൈവീൽ എന്താണെന്ന് പരിചയപ്പെടാം. This is intended to damp torsional vibrations which are generated by the periodic cycle of the 4 strokes and the firing order in the crankshaft and a conventional flywheel. സാധാരണ 2 മാസമായിട്ടാണ് ഫ്ലൈവീലിനെ തിരിച്ചിട്ടുള്ളത്. ഒരു എൻജിനിൽ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ വൈബ്രേഷൻസ് ഉണ്ടാകും.
ഈ വൈബ്രേഷൻസ് ഫ്ലൈ വീലിലൂടെ ഗിയർ ബോക്സിലേക്ക് എത്തി ഗിയർ ബോക്സിലുള്ള ഗിയറുകളിലേക്കും നോയ്സും വൈബ്രേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വൈബ്രേഷൻ വാഹനത്തിൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബോഡിയിലും വൈബ്രേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അറ്റ് certain rotational speeds, torsional vibrations can result in gearbox noises and body droning. ചില പ്രത്യേക റൊട്ടേഷണൽ സ്പീഡുകളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ, എൻജിൻ ഒരു നിശ്ചിത സ്പീഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോർഷണൽ വൈബ്രേഷൻ കാരണം ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും സൗണ്ട് ഉണ്ടാകും. ഇതിന് ഗിയർ ബോക്സ് റാറ്റ്ലിംഗ് എന്നും പേരുണ്ട്. അതേപോലെ തന്നെ ഈ വൈബ്രേഷൻ ബോഡിയിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് ബോഡി ഡ്രോണിങ് എന്നൊരു പ്രോബ്ലം കൂടി അവിടെ ഉണ്ടാകും. എന്താണ് ഡ്രോണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡ്രോണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ പോകുന്ന നോഡിനെയാണ് ഡ്രോണിങ് എന്ന് പറയുന്നത്. ഒരു നോയ്സ് ഒരേ ലെവലിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു വോയിസ് നോട്ടിനെയാണ് ഡ്രോണിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൈബ്രേഷൻസും ഒരു വാഹനത്തിൽ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. The conventional flywheel mass of an internal combustion engine consists of the crankshaft drive components, the flywheel and the clutch. ഒരു കൺവെൻഷണൽ ഫ്ലൈവീൽ മാസ്, ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ കൺവെൻഷണൽ ഫ്ലൈവീൽ മാസ് എന്ന് പറയുന്നത് ആ എഞ്ചിനിലുള്ള ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡ്രൈവ് കമ്പോണൻസിൻ്റെയും കൂടാതെ ഫ്ലൈവീലിൻ്റെയും ക്ലച്ചിൻ്റെയും മാസിൻ്റെ ആകെത്തുകയായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈവീലിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് കമ്പോണൻസിൻ്റെയും ഫ്ലൈവീലിൻ്റെയും ക്ലച്ചിൻ്റെയും മാസ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വെയിറ്റ് എത്രയാണോ അതായിരിക്കും ഒരു കൺവെൻഷണൽ ഫ്ലൈവീലിൻ്റെ മാസ് എന്ന് പറയുന്നത്. വെറും ഫ്ലൈവീലിൻ്റെ മാത്രം മാസിനെ നമുക്ക് കൺവെൻഷണൽ ഫ്ലൈവീലിൻ്റെ മാസ് എന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡ്രൈവ് കമ്പോണൻസും ക്ലച്ചിൻ്റെയും കൂടി വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാലാണ് ഒരു കൺവെൻഷണൽ ഫ്ലൈവീലിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഫിഗർ നോക്കുക. ദി ഡയഗ്രാം ഷോസ് ദാറ്റ് ദി വൈബ്രേഷൻ കർവ്സ് ഓഫ് ദി എൻജിൻ ഔട്ട്പുട്ട് ആൻഡ് ദി ഗിയർ ബോക്സ് ഇൻപുട്ട് ആർ ക്ലിയർലി ഫാർ റിമൂവ്ഡ് ഫ്രം ഈച്ച് അതർ. ഇവിടെ വളരെ തിക്കായിട്ട് കാണിച്ചിട്ടുള്ള ലൈന്, തിക്ക് ലൈൻസ് കാണിക്കുന്നത് എൻജിൻ്റെ വൈബ്രേഷൻ റേഞ്ചാണ്. അതേപോലെ തിൻ ലൈൻസ് കാണിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ വൈബ്രേഷൻ ലൈൻസ് ആണ്. ഇതാണ് തിക്ക് ലൈൻസ്, അതേപോലെ ഇതാണ് തിൻ ലൈൻസ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗിയർ ബോക്സിൽ ഉണ്ടാകുന്ന വൈബ്രേഷനും എൻജിനിലുണ്ടാകുന്ന വൈബ്രേഷൻ്റെയും ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഏതാണ്ട് ഒരുപോലെയാണ്. എൻജിനിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷനാണ് പിന്നീട് അത് ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എൻജിനിൽ വെച്ച് നമുക്കിതിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് ഗിയർ ബോക്സിൽ എത്തുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇവിടെ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത് എൻജിൻ സ്പീഡ് 800 RPM വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ തോതാണ്. The vibrations of the engine output and gearbox input have virtually identical amplitudes and frequencies. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിലെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും എൻജിൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വൈബ്രേഷനും അതുപോലെ ഗിയർ ബോക്സ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വൈബ്രേഷനും ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. In the event of superposition, this results in gearbox noises and body droning. ഈ ഉണ്ടാകുന്ന റെസോണന്റ് റേഞ്ച് കാരണം ഗിയർ ബോക്സിലും അതുപോലെ ബോഡിയിലും വൈബ്രേഷൻസും നോയ്സും ഉണ്ടാകാൻ കാരണമാകുന്നു. ഡ്യുവൽ മാസ് ഫ്ലൈവീലിൻ്റെ ഡിസൈനിങ് നമുക്ക് ഇനി പരിചയപ്പെടാം. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ഒരു ഫ്ലൈവീൽ, അതിൻ്റെ ഫ്ലൈവീൽ കഴിഞ്ഞിട്ട് ഒരു വൈബ്രേഷൻ ഡാമ്പർ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡറി ഫ്ലൈവീൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൈമറി ഫ്ലൈവീൽ, ഇത് വൈബ്രേഷൻ ഡാമ്പർ, ഇത് സെക്കൻഡറി ഫ്ലൈവീൽ, അത് കഴിഞ്ഞ് ക്ലച്ച്, അത് കഴിഞ്ഞ് വേരിയബിൾ സ്പീഡ് ഗിയർ ബോക്സ്. ഇത്രയുമാണ് ഈ ഫിഗറിലുള്ളത്. ഇനി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദി കൺവെൻഷണൽ ഫ്ലൈവീൽ മാസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ദി പ്രൈമറി ഫ്ലൈവീൽ അഥവാ ക്രാങ്ക് ഷാഫ്റ്റ് ഡ്രൈവ് ആൻഡ് ദി സെക്കൻഡറി ഫ്ലൈവീൽ മാസ് അഥവാ ക്ലച്ച്. കൺവെൻഷണൽ ഫ്ലൈവീൽ മാസിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഫ്ലൈവീൽ എന്നും സെക്കൻഡറി ഫ്ലൈവീൽ എന്നും. ഇതാണ് യഥാർത്ഥത്തിൽ ഡ്യുവൽ മാസ് ഫ്ലൈവീൽ എന്ന് പറയുന്നത്. ഇവിടെ ഡ്യുവൽ മാസ് ആയിട്ട് പ്രൈമറി ഫ്ലൈവീലും സെക്കൻഡറി ഫ്ലൈവീലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ദി ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പർ കണക്ട്സ് ദി ടു ഫ്ലൈവീൽ മാസസ്. അതുപോലെ രണ്ട് ഫ്ലൈവീൽ മാസുകളെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പർ ആണ്. ഈ ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പർ ആണ് രണ്ട് ഫ്ലൈവീലിന്റെയും സെൻട്രലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദി ഫംഗ്ഷൻ ഓഫ് ദിസ് ഡാമ്പർ ഈസ് ടു ഐസൊലേറ്റ് ദി ഫ്ലൈവീൽ മാസ് സിസ്റ്റം ഓഫ് ദി എഞ്ചിൻ ഫ്രം ദി ഗിയർ ബോക്സ് ആൻഡ് ദി ഡ്രൈവ് ട്രെയിൻ. യഥാർത്ഥത്തിൽ ഈ ഡാമ്പർ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, ടോർഷണൽ വൈബ്രേഷനെ ഈ ഫ്ലൈവീലിൽ നിന്നും ഈ ഫ്ലൈവീലിലേക്ക് അഥവാ പ്രൈമറി ഫ്ലൈവീലിൽ നിന്നും സെക്കൻഡറി ഫ്ലൈവീലിലേക്ക് എത്താതെ ഇവിടെ വച്ച് തന്നെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈവീൽ വൈബ്രേഷൻ മുക്തമാക്കി കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിലൂടെ ഈ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിലേക്ക് എത്തുന്നു. ഇവിടെ എഞ്ചിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഒരു പരിധിവരെ ഗിയർ ബോക്സിലേക്ക് എത്തുന്നതിനെ തടയുന്നത് ഈ ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പറാണ്. അതാണ് ഐസൊലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞത്. എ ക്ലച്ച് ഡിസ്ക് വിത്തൗട്ട് എ ടോർഷൻ ഡാമ്പർ ക്യാൻ ദെയർഫോർ ബി യൂസ്ഡ് ഫോർ ദി ക്ലച്ച്. ഇവിടെ ഉപയോഗിക്കുന്ന ക്ലച്ചിലെ ക്ലച്ച് ഡിസ്കിൽ ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പറിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. കാരണം ഓൾറെഡി രണ്ട് ഫ്ലൈവീലിന്റെയും ഇടയിൽ ഒരു ടോർഷണൽ വൈബ്രേഷൻ ഡാമ്പർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ക്ലച്ച് ഡിസ്കിൽ എക്സ്ട്രാ ഒരു വൈബ്രേഷൻ ഡാമ്പറിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, ക്ലച്ച് പറഞ്ഞപ്പോൾ ക്ലച്ച് ഡിസ്കിന്റെ ഓരോ ഭാഗങ്ങൾ പരിചയപ്പെട്ടപ്പോൾ അതിൽ ഓരോ ചെറിയ സ്പ്രിങ്ങുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റി. ഇങ്ങനെ സ്പ്രിങ്ങുകൾ കൊടുത്തിട്ടുള്ളത് അവിടെയുള്ള വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഡ്യുവൽ മാസ് ഫ്ലൈവീൽ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ അവിടെ ക്ലച്ച് ഡിസ്കിൽ വൈബ്രേഷൻ ഡാമ്പർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പരിധി വരെയുള്ള വൈബ്രേഷൻസ് എല്ലാം തന്നെ ഫ്ലൈവീൽ വെച്ച് തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് ക്ലച്ചിലേക്ക് എത്തുന്നില്ല. ഇതാണ് ഒരു ഡ്യുവൽ മാസ് ഫ്ലൈവീലിന്റെ ഫിഗർ. ദി ഡ്യുവൽ മാസ് ഫ്ലൈവീൽ കൺസിസ്റ്റ് ഓഫ്, ഒരു ഡ്യുവൽ മാസ് ഫ്ലൈവീലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രൈമറി ഫ്ലൈവീൽ, അതിലൊരു പ്രൈമറി ഫ്ലൈവീൽ ഉണ്ടാകും, അതാണ് എഞ്ചിൻ സൈഡിലുള്ളത്. രണ്ടാമത്തത് സെക്കൻഡറി ഫ്ലൈവീൽ. സെക്കൻഡറി ഫ്ലൈവീൽ ക്ലച്ചുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ട് ഒരു ഇന്നർ ഡാമ്പറും അതുപോലെ ഒരു ഔട്ടർ ഡാമ്പറും ഉണ്ടാകും. ഇത്രയും അടങ്ങിയതാണ്, ഇത്രയും പോർഷൻസ് അടങ്ങിയതിനെയാണ് നമ്മൾ ഡ്യുവൽ മാസ് ഫ്ലൈവീൽ എന്ന് വിളിക്കുക. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിൽ നിന്നും വ്യത്യസ്തമായി ചില മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. Dividing the flywheel mass into the primary mass on the engine side and the secondary mass on the gearbox side increases the mass moment of inertia of the rotational gearbox part. ഇവിടെ ഒരു ഡ്യുവൽ മാസ് ഫ്ലൈവീൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് വളരെ കുറഞ്ഞ രീതിയിൽ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ എന്നതിനുള്ള തെളിവാണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇവിടെ തിക്ക് ലൈൻസിൽ കാണിച്ചിട്ടുള്ള വൈബ്രേഷൻ, ഈ ഫ്രീക്വൻസിയിൽ കാണിച്ചിട്ടുള്ള ഗ്രാഫാണ് എഞ്ചിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ. അതുപോലെ തിൻ ലൈൻസിൽ കാണിച്ചിട്ടുള്ളതാണ് ഗിയർ ബോക്സിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ. നേരത്തെ കണ്ട ഗ്രാഫിൽ നിന്നും നേരത്തെ നമ്മൾ ആ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഗിയർ ബോക്സിലുള്ളതും എഞ്ചിനിലുള്ളതും ഒരേ ആംപ്ലിറ്റ്യൂഡിലും ഒരേ ഫ്രീക്വൻസിയിലുമുള്ള വൈബ്രേഷൻസ് ആയിരുന്നു. എന്നാൽ ഇവിടെ എഞ്ചിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ ഏതാണ്ട് 10% ഗിയർ ബോക്സിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അത്രയും വൈബ്രേഷൻസ് ഒരു വൈബ്രേഷൻ ഡാമ്പർ അല്ലെങ്കിൽ ഒരു ഡ്യുവൽ മാസ് ഫ്ലൈവീൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. In this way, the resonant range is below the engine's ideal speed and thus not in the engine's operating range. അപ്പോൾ ഇതിലുണ്ടാകുന്ന റെസൊണന്റ് റേഞ്ച് എന്ന് പറയുന്നത്, ഗിയർ ബോക്സിൽ ഉണ്ടാകുന്ന ഒരു റെസൊണന്റ് റേഞ്ച് എന്ന് പറയുന്നത് എഞ്ചിൻ ഐഡിയൽ സ്പീഡിൽ ഉണ്ടാകുന്ന അത്ര പോലും ഒരു വൈബ്രേഷൻ ഗിയർ ബോക്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്ര കണ്ടുപോലും ഒരിക്കലും ഗിയർ ബോക്സിലേക്ക് വൈബ്രേഷൻസ് എത്തുന്നില്ല. നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം എൻജിൻ സ്പീഡ് തന്നെയാണ് ഇവിടെ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. എൻജിൻ സ്പീഡ് 800 RPM-ലാണ്. 800 RPM-ൽ ഉണ്ടാകുന്ന ഗിയർ ബോക്സിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ്റെ തോതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡ്യുവൽ മാസ് ഫ്ലൈവീൽ ഉപയോഗിക്കുന്നതിലൂടെ എഞ്ചിനിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഒരു പരിധിവരെ നമുക്ക് ഗിയർ ബോക്സിലേക്ക് എത്താതെ ഐസൊലേറ്റ് ചെയ്യാൻ വൈബ്രേഷൻ ഡാമ്പർ അല്ലെങ്കിൽ ഡ്യുവൽ മാസ് ഫ്ലൈവീലിനെ കൊണ്ട് സാധിക്കും. ദി ഡയഗ്രാം ഷോസ് ദാറ്റ് vibration curves of the engine output and gearbox input are clearly far removed from each other. ഈ ഡയഗ്രാം കാണിക്കുന്നത് എൻജിൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതും
ഗിയർ ഇൻപുട്ടിൽ ഉണ്ടാകുന്നതിനുള്ള വൈബ്രേഷൻ കേർവ്സ് ആണ്. ഈ കേർവ്സ് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദിസ് വേ ദി ടോർഷണൽ വൈബ്രേഷൻസ് ജനറേറ്റഡ് ബൈ ദി എൻജിൻ ആർ ഐസൊലേറ്റഡ് ഫ്രം ദി ഗിയർ ബോക്സ് ആൻഡ് ഗിയർ ബോക്സ് റാറ്റ്ലിംഗ് ആൻഡ് ബോഡി ഡ്രോണിംഗ് നോ ലോങ്ങർ ഒക്കർ. അതുകൊണ്ട് തന്നെ എൻജിനിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് ഗിയർ ബോക്സിലേക്ക് പോകാതെ അവിടെ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ഗിയർ ബോക്സ് റാറ്റ്ലിംഗ്, ബോഡി ഡ്രോണിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിഡക്ഷൻ ഓഫ് ഗിയർ ബോക്സ് ആൻഡ് ബോഡി നോയ്സസ്. ഈ ഒരു ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ ഒരു വാഹനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ ഗിയർ ബോക്സിലെയും ബോഡി നോയ്സും, റാറ്റ്ലിംഗ് നോയ്സ്, ചാറ്ററിംഗ് നോയ്സ്, ഡ്രോണിംഗ് നോയ്സ് തുടങ്ങിയ എല്ലാ നോയ്സുകളും പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പ്രൊട്ടക്ഷൻ ഓഫ് പവർ പ്ലാന്റ് കമ്പോണൻസ്. എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന പവർ ഫ്ലൈ വീലിലൂടെ ക്ലച്ചിലെത്തി, ക്ലച്ചിൽ നിന്നും അത് ഗിയർ ബോക്സിലെത്തി, ഗിയർ ബോക്സിൽ നിന്നും പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിലെത്തി, പിന്നീട് ഫൈനൽ ഡ്രൈവിൽ കൂടെയാണ് ഒരു വാഹനത്തിൻ്റെ റിയർ വീലിലേക്ക് എത്തുന്നത്. ഇതിനെ നമുക്ക് പവർ ട്രെയിൻ എന്ന് വിളിക്കാം. ഇങ്ങനെ പവർ ട്രെയിനിൽ കൂടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എഞ്ചിനിൽ വെച്ച് തന്നെ നമ്മളതിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള പാർട്ടുകളിലേക്കൊന്നും പോകാതെ ആ പാർട്ടുകളെ കൂടി മെക്കാനിക്കൽ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. ലോവർ സിങ്ക്രോമെഷ് വിയർ. ഒരു സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് എന്താണെന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഒരു സിങ്ക്രോമെഷ് ഗിയർ ബോക്സിലോ അല്ലെങ്കിൽ മെഷ് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ രണ്ട് ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്യുന്ന സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ മെഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മെഷിങ് നടക്കാതെ വരികയും അല്ലെങ്കിൽ മെഷ് ചെയ്യുന്ന സമയത്ത് ഗിയറുകൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നമ്മൾ ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നതിലൂടെ വൈബ്രേഷൻസ് കുറയുന്നതിലൂടെ സിങ്ക്രോമെഷ് കാരണമുള്ള തേയ്മാനം, ഗിയറിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ സാധിക്കുന്നു. ക്ലച്ച് ഡിസ്ക് ഡസ് നോട്ട് റിക്വയർ എ ടോർഷൻ ഡാമ്പർ. ക്ലച്ച് ഡിസ്കിന് ഇവിടെ ഒരു ടോർഷൻ ഡാമ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരു ടോർഷൻ ഡാമ്പർ പ്രൈമറി ഫ്ലൈ വീലിൻ്റെയും സെക്കൻഡറി ഫ്ലൈ വീലിൻ്റെയും സെൻറ്ററിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡ്യുവൽ മാസ് ഫ്ലൈ വീലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അഡ്വാൻറ്റേജസ്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലച്ചിൻ്റെ പാഠത്തിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ചെറിയൊരു പോർഷനാണ് ത്രോ ഔട്ട് ബിയറിങ്സ്. എന്താണ് ത്രോ ഔട്ട് ബിയറിംഗ് എന്നുള്ളത്? A throw-out bearing is a part of an automobile clutch system. ഓട്ടോമൊബൈൽ ക്ലച്ച് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിയറിംഗ് ആണ് ത്രോ ഔട്ട് ബിയറിംഗ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ ക്ലച്ച് റിലീസ് ഫോർക്ക് ആൻഡ് ക്ലച്ച് ഫിംഗർ ഓർ ഡയഫ്രം സ്പ്രിങ്. ഡയഫ്രം സ്പ്രിങ്ങിൻ്റെയും റിലീസ് ഫോർക്കിൻ്റെയും നടുവിലായിട്ടാണ് സാധാരണ ത്രോ ഔട്ട് ബിയറിംഗ് പ്ലേസ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് എ ത്രസ്റ്റ് ബിയറിംഗ് വിത്ത് ദ ഇന്നർ റേസ് കോണ്ടാക്ടിങ് ദ ക്ലച്ച് ഡിയാക്ടിവേഷൻ ഫിംഗർ. ഇവിടെ ഈ ത്രോ ഔട്ട് ബിയറിംഗ് ആണ് ക്ലച്ച് ഡിയാക്ടിവേഷൻ ഫിംഗർ വർക്ക് ചെയ്യുന്ന സമയത്ത് ത്രസ്റ്റ് ബിയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ത്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന ബിയറിംഗ് ആണ് ത്രോ ഔട്ട് ബിയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിലീസ് ദി പ്രഷർ പ്ലേറ്റ് ബൈ അപ്ലൈയിങ് ത്രസ്റ്റ് ഫോഴ്സ് വൈൽ പ്രസ്സിംഗ് ദി ക്ലച്ച് പെഡൽ ടു ഡിസെൻഗേജ് ദ എൻജിൻ പവർ ഫ്രം ഫ്ലൈ വീൽ ടു ക്ലച്ച് ഡിസ്ക്. ഇപ്പോൾ എൻജിൻ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാണ്. ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ക്ലച്ച് പെഡലിൽ നിന്നും മെക്കാനിക്കൽ ലിങ്കേജ് വഴി മെക്കാനിക്കൽ മൂവ്മെന്റ് പാസ് ചെയ്യുന്നത് ത്രോ ഔട്ട് ബിയറിംഗിലേക്കായിരിക്കും. ഈ ത്രോ ഔട്ട് ബിയറിംഗ് ഒരു ത്രസ്റ്റ് ഫോഴ്സ് ഡയഫ്രം സ്പ്രിങ്ങിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്താണ് അവിടെ പ്രഷർ പ്ലേറ്റ് ഫ്ലൈ വീലിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ഇങ്ങനെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ത്രോ ഔട്ട് ബിയറിംഗ് ചെയ്യുന്നത്. ഈ പോർഷൻ, ഈ ത്രോ ഔട്ട് ബിയറിംഗ് ക്ലച്ചിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനത് പറഞ്ഞതായിരുന്നു. ത്രോ ഔട്ട് ബിയറിങ്ങിൻ്റെ ഫിഗറും കണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ത്രോ ഔട്ട് ബിയറിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 കാര്യങ്ങളാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഫ്ലൈ വീൽ എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്യുവൽ മാസ് ഫ്ലൈ വീലും അതുപോലെ ഡ്യുവൽ മാസ് ഫ്ലൈ വീലിൻ്റെ അഡ്വാൻറ്റേജസുമാണ്. നാലാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ത്രോ ഔട്ട് ബിയറിംഗുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.